കഴിഞ്ഞ ക്ലാസ്സുകളിൽ വാട്ട് ഈസ് അഡ്വർടൈസിങ്, ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ്, ദെൻ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പരസ്യം, പരസ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെയാണ്, പരസ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ ഉത്ഭവിച്ചു വന്നു, എങ്ങനെ ഏതൊക്കെയാണ് നിർവചനങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിംഗ്. whenever we give an advertisement, there we should possess some objectives. നമ്മളൊരു പരസ്യം കൊടുക്കുന്ന സമയത്ത് അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. It is through the advertisement or advertising process we attempt to sell a product or a service or an idea. ഒന്നെങ്കിൽ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു സേവനം, ഇല്ലെങ്കിൽ ഒരു ആശയം, ഇത് വിൽക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, പർപ്പസ്, ഫണ്ടമെന്റൽ പർപ്പസ് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് ടു സെൽ സംതിങ്. Fundamental purpose or the basic purpose or the important objective of advertising is to sell something. That may be a product, that may be a service, that may be an idea. അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയാണ് പരസ്യം കൊടുക്കുക, വിൽക്കാതിരിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കാറുണ്ട്. അതിന് കൂടുതൽ ആവശ്യക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ പരസ്യം കൊടുക്കുക. നിലവില് 1,00,000 ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നു, അത് 2 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ നമ്മൾ പരസ്യം കൊടുക്കുന്നു. നിലവിൽ 10,000 കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, അത് 20,000 30,000 ആക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരസ്യം കൊടുക്കുന്നു. നമ്മളത് ഉൽപ്പന്നമാവാം, സേവനമാവാം, ആശയമാവാം, അതാണ് നമ്മൾ ചെയ്യുക. ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം, the fundamental purpose of advertising is to sell something. ഒരു സാധനം വിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുക, ഇതിനു വേണ്ടി മാത്രമാണോ? അല്ല. ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും തമ്മിൽ കുറച്ചുകൂടിയൊക്കെ കോറിലേറ്റ് ചെയ്ത് പോകുന്നതാണ്. ഒബ്ജക്റ്റീവ്സ് മാത്രം നമ്മൾ ഇന്ന് പറയുന്നു. ഒന്നാമത്തത്, if you want to introduce a product to create interest among a particular group of people, especially the prospective customers, there we can give advertisement. ഒരു ഉൽപ്പന്നത്തെ കുറിച്ച്, ആ ഉൽപ്പന്നത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരസ്യം കൊടുക്കും. To introduce a product or a service, and by introducing that particular product or service, we try to create interest among that group of people. ഒരു കൂട്ടം ആളുകളിലേക്ക്, പൊതുവെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആണ്, അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനിടയിൽ ഒരു ഉൽപ്പന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പുതിയ ബൈക്ക് ഇറങ്ങുന്നു, പുതിയ ബൈക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബൈക്കിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന്റെ പഴയ വേർഷനിൽ നിന്ന് ഇതിന്റെ നേട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് താല്പര്യമുള്ള ഒരു വിഭാഗം കൺസ്യൂമേഴ്സിലേക്ക്, കസ്റ്റമേഴ്സിലേക്ക് അത് നമ്മൾ കൊണ്ടെത്തിക്കുക. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ പരസ്യം ഉപയോഗിക്കും, അല്ലേ? ഫണ്ടമെന്റൽ പർപ്പസ് നമ്മൾ പറഞ്ഞു, സെൽ സംതിങ്, ദെൻ ഇൻട്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് ആൻഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് അമോങ് എ ഗ്രൂപ്പ്. രണ്ടാമത്. അടുത്തത്, ടു റീച്ച് പീപ്പിൾ ഇൻഅക്സസിബിൾ ടു സെയിൽസ്മാൻ. നമുക്കിപ്പോ അറിയാം, വിൽപ്പനയുടെ ഡോർ ടു ഡോർ ഡെലിവറി എന്നൊക്കെ പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ സെയിൽസ്മാനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആൾ, നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് നേരിട്ട് എത്താനുള്ള സാധ്യത ഇല്ല എങ്കിൽ പരസ്യം കൊടുക്കാം. അവർ ഇങ്ങോട്ട് വന്നു. ടു റീച്ച് പീപ്പിൾ ഇൻഅക്സസിബിൾ ടു സെയിൽസ്മാൻ, പരസ്യം നമ്മൾ കൊടുക്കും. ടു റീച്ച്, ഇതിനെ നമ്മൾ ഫംഗ്ഷൻ വരുന്ന സമയത്ത് വേറെ തരത്തിലേക്ക് പറയും കേട്ടോ. To reach people inaccessible to salesman. സെയിൽസ്മാന് ഇൻഅക്സസിബിൾ ആയിട്ട് വരുന്ന ഒരു വിഭാഗം ആളുകളെ എത്തിക്കാൻ പരസ്യം നമ്മൾ
ഉപയോഗിക്കും അല്ലേ? To enter a new market or attract a new group of customers. To enter new market or attract a new group of customers. നമ്മൾ ഇതുവരെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന സോപ്പ് ഏതെങ്കിലും ഒരെണ്ണമാണ്. ഞാൻ പേര് പറയാത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട്. നമ്മൾ ഉപയോഗിച്ചിരുന്ന നിശ്ചിത സോപ്പ് ആയിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പരസ്യം കണ്ടത്, ഈ സോപ്പ് തേച്ചാല് വൈറസ് ഒന്നും പിടിക്കില്ല. വേറൊരു സോപ്പിന്റെ പുതിയ പരസ്യം വന്നു. കൊള്ളാമല്ലോ. നമ്മൾ അതുവരെ നിന്നിരുന്ന ഒരു സോപ്പിന്റെ കൺസ്യൂമർ എന്ന നിലയിൽ നിന്നും കസ്റ്റമർ എന്ന നിലയിൽ നിന്നും ഈ ഒരു പരസ്യം കൊണ്ട് മാത്രം നമ്മൾ ഇപ്പുറത്തേക്ക് മാറി. സ്കൂൾ ബാഗ്, ലോക്കൽ സ്കൂൾ ബാഗുകളായിരിക്കാം ഒരു പക്ഷേ വമ്പൻ ബ്രാൻഡഡ് ബാഗുകളേക്കാൾ ലാസ്റ്റ് ചെയ്യുന്നതും മെറ്റീരിയൽ ബെസ്റ്റും ഒക്കെ ആയിട്ടുള്ളത്. ബട്ട് വി ആർ പ്രിഫറിംഗ് ദ ബ്രാൻഡഡ് ബാഗ്സ്. വൈ? ദ അഡ്വർടൈസ്മെന്റ് കൺവീൻസസ് അസ്. ഇല്ലേ? കഴിഞ്ഞ വർഷം വരെ നമ്മൾ ലോക്കൽ ബാഗാണ്, നാട്ടിലൊരു കമ്പനി ഉണ്ട്, ബാഗ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ അടുത്ത് ബാഗാ വാങ്ങിയിരുന്നു. അപ്പോഴാണ് നമ്മൾ പരസ്യം കണ്ടത്, ചോറ്റുപാത്രം ഫ്രീ ആയിട്ട് കിട്ടും, വാട്ടർ ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും, കുറച്ച് കളിക്കോപ്പുകളെല്ലാം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കണ്ട പരസ്യത്തിന് പുറമെ പോയി അത് വാങ്ങും. അപ്പൊ ഈ പരസ്യം അവർക്ക് നമ്മൾ എന്ന പുതിയ കസ്റ്റമറെ ഉണ്ടാക്കി കൊടുക്കും ആ കമ്പനിക്ക്. അതായത് പുതിയ നമ്മള് അവരുടെ മാർക്കറ്റിലെ, നമ്മുടെ ഇടയിലേക്ക് അവരുടെ മാർക്കറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ പുതിയ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ നമ്മൾ അറിയാൻ നമ്മൾ ഉൾപ്പെടും. ആ പരസ്യം കൊടുത്തിരുന്നില്ലെങ്കിലോ നമ്മൾ അറിയില്ല, നമ്മൾ ചെല്ലൂല, നമ്മൾ വീണ്ടും ലോക്കൽ ബാഗ് മാത്രം വാങ്ങിയിരിക്കും. ലോക്കൽ ബാഗിന്റെ കാര്യത്തിൽ പരസ്യമുണ്ട്, വാമൊഴി പരസ്യമുണ്ട്, മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. മൗത്ത് പബ്ലിസിറ്റിയെക്കാളും മാസ് മീഡിയ ഉപയോഗിക്കുന്ന പബ്ലിസിറ്റി കൂടുതൽ സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് മാറിപ്പോവുക. കുട്ടികളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അത് പരസ്യത്തിന്റെ ലക്ഷ്യമാണ്, പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുക, പുതിയ മാർക്കറ്റ് പ്ലേസ് ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ ലക്ഷ്യമാണ്. അടുത്തത് ടു സപ്പോർട്ട് പേഴ്സണൽ സെല്ലിംഗ് പ്രോഗ്രാം. നമ്മൾ പറഞ്ഞിരുന്നു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബട്ട് ബൈ പ്രൊവൈഡിങ് ആൻ അഡ്വർടൈസ്മെന്റ്, ഓട്ടോമാറ്റിക്കലി the advertisement take the readers or the viewers or the listeners to their side. The persuasion process take place there. This is why the advertisement is considered as the persuasive communication process. Advertising may use to open customers doors for salesmen. നമ്മള് പുതിയൊരു കാറിന്റെ പരസ്യം കണ്ടു, EMI സ്കീമുകളൊക്കെ 0% ഇൻട്രസ്റ്റ്, 99% ലോൺ ഫെസിലിറ്റി നമ്മൾ കണ്ടു, പരസ്യം കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ അവരുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ ഈ പരസ്യം കണ്ട് നോക്കിയിരിക്കുന്ന സമയത്താണ് അതേ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മൾ എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? നമ്മൾ എങ്ങനെ ഇവനെ കിട്ടും, എവിടെ പോയി അന്വേഷിക്കും എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇവൻ നമ്മുടെ അടുത്തേക്ക് കയറി വരിക. അപ്പൊ പേഴ്സണൽ സെല്ലിംഗ് പ്രോഗ്രാം ഈ അഡ്വർടൈസ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്. Then to light competition in the market and to increase the sales as seen in the competition between different products. Light competition in the market and increase the sales. വലിയ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. പെപ്സിയൊക്കെ ബന്ധപ്പെട്ട ഒരു ഉദാഹരണമൊക്കെ നിലവിലുണ്ട്, പരസ്യങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് പറയാം. കോമ്പറ്റീഷൻ ഉണ്ടാവും, മത്സരം ഉണ്ടാവും വിപണിയിൽ, ഇല്ലേ? കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കുടക്കമ്പനിക്കാര് രണ്ടായി പിരിഞ്ഞു. രണ്ടുപേരും പരസ്യങ്ങൾ കൊടുത്തു, കച്ചവടം കൂട്ടി, രണ്ടുപേർക്കും കച്ചവടം കൂടി. പരസ്യമാണ്. മറ്റൊന്ന്
to enhance the goodwill of the enterprise by promising better quality products and services. നമ്മൾ വാങ്ങാനിരുന്ന ഉൽപ്പന്നത്തിന് 1 വർഷം വാറണ്ടി കൂട്ടി, 2 വർഷമായിരുന്നു, 3 വർഷം വാറണ്ടി കിട്ടി. അതുകൊണ്ട് അത് വാങ്ങാമെന്ന് നമ്മൾ കരുതും. എങ്ങനെയാ നമ്മൾ അറിയുന്നത്? പരസ്യത്തിലൂടെ അറിയുന്നത്. നമ്മൾ പഠിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ പരസ്യത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ഗുഡ്വില്ല് എൻഹാൻസ് ചെയ്യുക, ഉയർത്തുക. എങ്ങനെയാണ്? ബൈ പ്രോമിസിങ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. പുതിയ പ്രൊഡക്റ്റുകൾ കൊടുക്കുക, ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കൊടുക്കുക, അല്ലേ? നമ്മൾ പരസ്യങ്ങൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. ഇപ്പം നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിന്റെ ട്രെൻഡ് ഹെയർബൽ പ്രൊഡക്ട്സ് ആണ് മിന്നുക, അല്ലേ? ആണ്. ഇത്ര ഔഷധ മൂലകങ്ങൾ അടങ്ങിയ സോപ്പ്, കസ്തൂരി മഞ്ഞളിന്റെ കാന്തി, നാരങ്ങയുടെ നറുമണം, അല്ലെ? ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. ഞങ്ങളുടെ സോപ്പ് പൂർണ്ണമായും കെമിക്കലാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരസ്യം കൊടുത്താലോ? അങ്ങനെ പരസ്യം കൊടുക്കുന്നില്ല, ഇല്ലേ? ആയുർവേദ മൂലകങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയെ കുറിച്ച് പോലും കൃത്യമായി പറയുന്നു. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കൾച്ചർ. ഉണ്ട്. നമ്മുടെ സംസ്കാരവും പരസ്യവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് പരസ്യം കൊടുക്കുക. അങ്ങനെയാണ് അവർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ഗുഡ്വില്ല് കൂട്ടിയെടുക്കും, ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ഗുഡ്വില്ല് കൂട്ടിയെടുക്കും. ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റും സർവീസും തന്നിട്ടാണ് അത് ചെയ്യുക. തരുന്നു എന്ന് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന പരസ്യത്തിലൂടെയാണ്. നമ്മളൊരു TV വാങ്ങാൻ പോകുന്നു. ലോക്കൽ അസംബ്ലി ചെയ്ത TV ഉണ്ട്, വില വളരെ കുറവാണ്, അത് കടയിൽ വെച്ചിട്ടുണ്ട്, എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രാൻഡഡ് TV ഉണ്ട്. ബ്രാൻഡഡ് TVയുടെ പരസ്യം ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മുടെ കണ്ണും അങ്ങോട്ട് തന്നെയാണ്. കടക്കാരൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബ്രാൻഡഡ് പ്രൊഡക്റ്റിനെ അവൻ ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഡീലർ റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പരസ്യം ആവശ്യമാണ്. ടു ഇംപ്രൂവ് ഡീലർ റിലേഷൻസ്. കച്ചവടക്കാർ, റീറ്റെയിലേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, മാനുഫാക്ചേഴ്സ് ആണ്. പരസ്യം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ കൂടുതലായി മാനുഫാക്ചറിൽ നിന്ന് ഹോൾസെയിലറും, ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലറും സ്വീകരിക്കും. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന കാര്യത്തിൽ പരസ്യം സഹായകരമാണ്. അപ്പൊ പരസ്യമുള്ള ഈ കമ്പനിക്കാർ നല്ല സാധനമൊക്കെ, പക്ഷെ അവന്മാർ പരസ്യമൊന്നും കൊടുക്കൂല. കച്ചവടക്കാരൻ പറയുന്നതാണ്, റീറ്റെയിലർ പറയുന്നതാണ്. ആളുകൾക്ക് അറിയത്തില്ലെന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം. ഞാനിവിടെ വരുന്ന ആളുകളോട് മുഴുവൻ പറഞ്ഞ് അവരെ ഞാനാണ് ഇത് കച്ചവടം നടത്തുന്നത്. അവന്മാരൊരു പരസ്യം കൊടുത്തിരുന്നെങ്കിൽ ആളുകൾ എത്തിയനെ എന്ന് പറയുന്ന കച്ചവടക്കാരെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഡീലേഴ്സിന് താല്പര്യം നല്ല പരസ്യമുള്ള തിളങ്ങി നിൽക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാനാണ്. ഡീലേഴ്സിന് കസ്റ്റമർ പരസ്യം കണ്ട് ചെല്ലും എന്നുള്ളത് മാത്രമല്ല, ഡീലർക്കും താല്പര്യം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. അടുത്തത് പരസ്യം നമ്മൾ കൊടുക്കുന്നത് ടു വാൺ ദ പബ്ലിക് എഗനിസ്റ്റ് ഇമിറ്റേഷൻ ഓഫ് ആൻ എന്റർപ്രൈസസ് പ്രൊഡക്ട്സ്. ഞങ്ങളുടെ പേരിന് സമാന പേരിൽ ഇറങ്ങുന്നു, ഞങ്ങളുടെ ലോഗോയ്ക്ക് സമാനമായ ലോഗോ ഉപയോഗിക്കുന്നു, അത് നിങ്ങൾ ചതിയിൽപ്പെടരുത്, അത് വ്യാജ ഉൽപ്പന്നമാണ്. പരസ്യം നമ്മൾ കാണുന്നത്, അല്ലേ? ഞങ്ങളെ അനുകരിക്കാൻ പലരും പരിശ്രമിക്കുന്നു, അങ്ങനെ പറഞ്ഞ് പരസ്യം കൊടുക്കും. അതായത് അവിടുത്തെ ലക്ഷ്യം എന്താണ്? ദ അൾട്ടിമേറ്റ് എയിം ബിഹൈൻഡ് ദാറ്റ് പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് ഈസ് ടു ടേക്ക് ദ കസ്റ്റമർ ടു അവർ സൈഡ്. നമ്മുടെ സ്ഥലത്തേക്ക് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പരസ്യം. അനുകരണങ്ങളില് വഞ്ചിതരാകരുത്, അല്ലേ? അതൊരു ചെറിയ കടയല്ലേ? അല്ല, അകത്തേക്ക് കയറിയാൽ അതിവിശാലമായ ഷോറൂം. ഒരു കടയെ കുറിച്ച് ആളുകൾ പറഞ്ഞു അതൊരു 2 ഷട്ടർ അല്ലേ ഫ്രണ്ടിലുള്ളൂ, മറ്റേ കടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6-8 ഷട്ടറൊക്കെയാണ്, അത്രയും വലിയ കടകളാണ്. അവർ പരസ്യം അത്തരത്തിലേക്ക് മാനേജ് ചെയ്തു. അതൊരു ചെറിയ കടയല്ലേ എന്നാണ് പരസ്യത്തിൽ ചോദിക്കുക. അല്ല, അകത്ത് അതിവിശാലമായ ഷോറൂം. പരസ്യം അവർ മാറ്റി. അങ്ങനെയാണ് വരിക.
അതുപോലെ തന്നെ നമുക്കറിയാം ചില കമ്പനികളുടെ, ഗോദ്രേജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ്. അതിന്റെ അക്ഷരങ്ങൾ ഗോദ്രേജ് എന്നൊക്കെ പറഞ്ഞ അനുകരണങ്ങൾ നടത്തി ആളുകൾ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി വാങ്ങുന്ന അവസ്ഥ എടുക്കുന്നു. അപ്പൊ ആ കമ്പനി കൊടുക്കുന്ന പരസ്യങ്ങളെ ഉപയോഗിക്കാനുള്ള കുതന്ത്രങ്ങളാണ് മറ്റാളുകൾ ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായാൽ സ്വാഭാവികമായും ഒറിജിനൽ കമ്പനിക്കാർ പറയും അനുകരണങ്ങളിൽ വഞ്ചിതരാവരുത്, ഞങ്ങളുടെ അതേ പേരിലും അതേ രൂപത്തിലും ഭാവത്തിലും ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ചില പരിശ്രമം നടത്തുന്നു, അത് ഞങ്ങളല്ല, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഇല്ലേ, ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 8-10 ലക്ഷ്യങ്ങളാണ് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, ഇമിറ്റേഷൻ ഉപയോഗിക്കരുത് എന്ന്, അനുകരണത്തിൽ വഞ്ചിതരാകരുത് എന്ന് പറയാൻ, to warn the public against imitation of an organization's products. മറ്റൊന്ന്, ഡീലർ റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ. മറ്റൊന്ന്, ആ സ്ഥാപനത്തിന്റെ ഗുഡ്വില്ല് എൻഹാൻസ് ചെയ്യാൻ. മറ്റൊന്ന്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ. മറ്റൊന്ന്, പുതിയ കസ്റ്റമേഴ്സിനെ, പുതിയ മാർക്കറ്റും നേടിയെടുക്കാൻ. വേറൊന്ന്, സെയിൽസ്മാന് ഇൻഅക്സസിബിൾ ആയിട്ടുള്ള ആളുകളെ എത്തിപ്പിടിക്കാൻ, പേഴ്സണൽ സെല്ലിംഗ് വർദ്ധിപ്പിക്കാൻ, ഒരു പുതിയ പ്രൊഡക്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ, എല്ലാറ്റിനും ഉപരി ഇൻക്രീസ് സെയിൽ. അതാണ് പ്രധാനപ്പെട്ടത് കാര്യം. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഭാഗം. എന്തിനു വേണ്ടി, why we give advertisements, the objectives or purpose of advertising ആണ്. ഓക്കെ, വളരെ ചെറിയൊരു പോർഷനേ ഉള്ളൂ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ചെറിയ റിവിഷൻ വെക്കാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും.